എല്ലാവർക്കും എയറോക്സ് 360 പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി സൈക്കിളാണ്. വെറൈറ്റി സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം വെറൈറ്റി സാധനമാണ്. എന്റെ പുറകിൽ ഇരിപ്പുണ്ട്. ഔറിട്ട എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടൈഫൂൺ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം പറയുന്നത് നമ്മുടെ ഔറിട്ട സൈക്കിളിന്റെ ടെസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ്, അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. കാര്യം ഇതൊരു എന്താ പറയുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഒരുപാട് ഞാൻ ഈ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്ന എനിക്കറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കാം. നമുക്ക് ഇതിന്റെ മോട്ടർ വരുന്നത് ബ്രഷ്ലെസ് DC ഔട്ടർനർ മോട്ടറാണ്. നമുക്കൊരു 250 വാട്ടിന്റെ മോട്ടർ കാര്യങ്ങളെല്ലാം ഈ ഒരു മോഡലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 50 Nm ടോർക്ക് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടറാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു പേലോഡായിട്ട് 130 കിലോ അപ് ടു മാക്സ് 130 കിലോ വരെ താങ്ങാനുള്ള കാപ്പബിലിറ്റി ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഫ്രണ്ടിൽ ഒരു ആളും പുറകിൽ 2 പിള്ളേരെയോ അല്ലെങ്കിൽ ലഗേജോ അങ്ങനെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് പോയാലും മാക്സിമം നമുക്കൊരു 130 കിലോ വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഈ ഒരു സൈക്കിളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബാറ്ററി വരുന്നത് 3 വേരിയൻറ്റിൽ ബാറ്ററി വരുന്നുണ്ട്. നമുക്കൊരു 375 വാട്ട് അവറിൻ്റെ വരുന്നുണ്ട്, 625 വാട്ട് അവറിൻ്റെ വരുന്നുണ്ട്, പിന്നെ ഒരു 840 വാട്ട് അവറിൻ്റെ ബാറ്ററി. അതായത് 3 വേരിയൻ്റാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററി 3 വേരിയൻറ്റ് വരുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൈസിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പ്രൈസ് ഞാൻ അവസാനം പറയാം. ഈ 3 വേരിയൻറ്റിന് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് മൈലേജിൻ്റെ റേഞ്ചിലാണ് വ്യത്യാസം വരിക. നമുക്കൊരു 45 കിലോമീറ്റർ നമ്മുടെ ഫസ്റ്റ് ബാറ്ററി ആയ 375 വാട്ട് അവറിൻ്റെ ബാറ്ററി വരുമ്പം നമുക്കൊരു 45 കിലോമീറ്റർ പ്ലസ്, അതായത് ഓൺ പെഡൽ അസിസ്റ്റിൽ നമുക്ക് 45 കിലോമീറ്റർ എന്നുള്ളൊരു മൈലേജ് റേഞ്ചാണ് വരിക. രണ്ടാമത്തെ ബാറ്ററി ആയ നമ്മുടെ 625 വാട്ട് അവറിൻ്റെ ബാറ്ററി വരുമ്പോൾ നമുക്കൊരു 75 പ്ലസ് കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ് മൈലേജ് കാര്യങ്ങൾ വരിക. പിന്നെ മൂന്നാമത്തെ ബാറ്ററി നമ്മുടെ 840 വാട്ട് അവറിൻ്റെ ബാറ്ററി വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക 100 പ്ലസ് കിലോമീറ്റർ റേഞ്ച് എന്നുള്ള രീതിയിൽ മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ ചാർജിങ് ടൈം വരുന്നത് നമുക്കൊരു 3 to 4 hours ചാർജിങ് ടൈമാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതായത് നമുക്ക് എന്താ പറയുന്ന ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ വീട്ടിലെത്തുന്ന സമയത്തൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കിടക്കുന്ന നേരത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഊരിയെടുക്കാം. അതായത് നമുക്ക് 3 to 4 hours എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താ പറയുക ഒരു പ്രിഡിക്റ്റഡ് ടൈമാണ്. എൻ്റെ യൂസർ എക്സ്പീരിയൻസിൽ നമുക്കൊരു 4 hours ചാർജിങ് ടൈം എന്തായാലും ഈ ഒരു മോഡലിന് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു 200 കിലോമീറ്റർ, നമ്മളിപ്പോൾ 100 കിലോമീറ്റർ മൈലേജ് റേഞ്ച് പറഞ്ഞല്ലോ, നമുക്കൊരു അപ് ടു 200 കിലോമീറ്റർ നമുക്ക് മാക്സിമം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡ്യുവൽ ബാറ്ററി സപ്പോർട്ടബിൾ ആണ്. അതായത് ഇതുപോലെ തന്നെ ഒരു ബാറ്ററി ഫ്രണ്ടിലോ അല്ലെങ്കിൽ സൈഡിലോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതേ കമ്പനിയുടെ നമുക്ക് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് പവൻ സൈക്കിൾസുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു സെറ്റിങ്ങിൽ എടുത്ത് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ലോങ് ഡ്രൈവുകൾ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകാമെന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഒരു 200 പ്ലസ് കിലോമീറ്ററിൻ്റെ മൈലേജ് റേഞ്ചിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് 2 ബാറ്ററി വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ചാർജർ വരുന്നതിൻ്റെ ഒരു 3 ആംപിയറിൻ്റെ ചാർജറാണ് വരിക. നമുക്കൊരു 5 ആംപിയറിൻ്റെ ചാർജർ വരെ അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള മോഡലാണ്. അതായത് നമ്മൾ ബാറ്ററി വേരിയൻറ്റ് മാറുന്നതനുസരിച്ച് ചാർജറിൻ്റെ എന്താ പറയുന്നത് ആംപിയറും വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മൾ ഏതാണോ ബാറ്ററി ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ചാർജറായിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനൊരു 1000 ചാർജ് സൈക്കിളാണ് പറയുക. അതായത് നമ്മൾ ഒരു തവണ ചാർജ് ചെയ്ത്, അതായത് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു തവണ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ആയി വീണ്ടും ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഒരു ചാർജിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ചാർജിങ് സൈക്കിൾ നമുക്ക് ഈ ഒരു കമ്പനി അവകാശപ്പെടുന്നത് 1000 ചാർജിങ് സൈക്കിളാണ്. 1000 തവണ നമുക്കത് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പെഡൽ അസിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ മുൻപ് കണ്ട ഇലക്ട്രിക് സൈക്കിളിലെല്ലാം ഉള്ള പോലെ തന്നെ ഇതിലും പെഡൽ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് പെഡൽ ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ചെയ്ത് തരുന്ന രീതി. അതായത് നമ്മൾ പെഡൽ ചെയ്യുമ്പോൾ ഒരു മാക്സിമം പെഡൽ അസിസ്റ്റ്, അതായത് 3ാമത്തെ മോഡ് അല്ലെങ്കിൽ 5ാമത്തെ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മളൊരു 80% എഫേർട്ട് നമുക്ക് മോട്ടോർ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ തരും. ബാക്കി ഒരു 20% എഫേർട്ട് മാത്രം നമ്മൾ പെഡലിൽ കൊടുത്താൽ മതി. ആ ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു മോഡലിലും വരുന്നുണ്ട്. അതായത് പെഡൽ അസിസ്റ്റ് എന്ന് പറയും, ആ ഒരു മോഡലും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 25 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. 25 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്യാവശ്യം നമ്മുടെ സിറ്റി ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരു ബേസിക്കായിട്ട് അധികം ലാഗൊന്നുമില്ലാതെ പോകാൻ പറ്റുന്ന ഒരു സ്പീഡാണ് 25 കിലോമീറ്റർ എന്ന് പറയുന്നത്. അത് നമ്മുടെ മാക്സിമം സ്പീഡാണ് കേട്ടോ. നമുക്ക് ഫുൾ ട്വിസ്റ്റിൻ്റെ ഒരു ത്രോട്ടിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ആയിട്ട് സമാധാനപരമായിട്ടിരുന്ന് ത്രോട്ടിൽ ചെയ്ത് പോയി വരാം. നമുക്ക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം, സൈക്കിൾ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. അതല്ല നമുക്ക് ഒരു ഇലക്ട്രിക് സൈക്കിളായിട്ട് യൂസ് ചെയ്യുമെങ്കിൽ പെഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെഡൽ അസിസ്റ്റിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം
വരുന്നുണ്ട്. പിന്നെ നമുക്ക് വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് IP65 വാട്ടർ റെസിസ്റ്റൻറ്റിലാണ്. അതായത് നമുക്ക് വെള്ളത്തിൽ മഴയത്തൊക്കെ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, കഴുകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല. അതായത് വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഡിലൊന്നും ഓടിക്കാൻ പാടില്ല. വെള്ളം കയറാൻ, ബാറ്ററിക്ക് ഉള്ളിലേക്ക് വെള്ളം കയറാൻ അല്ലെങ്കിൽ കൺട്രോളറിനുള്ളിലേക്ക് വെള്ളം കയറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവരുത്. അതായത് ഇവിടെയാണ് നമ്മുടെ കൺട്രോളർ കാര്യങ്ങൾ വരുന്നത്. അതിന് മുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു മോഡലിൽ. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ കട്ട് ഓഫ് സ്വിച്ച്. ഓട്ടോ കട്ട് ഓഫ് സ്വിച്ചിൻ്റെ കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഓട്ടോ കട്ട് ഓഫ് എന്നുള്ളത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ എല്ലാവരും ഒന്ന് കാണണം. ഓട്ടോ കട്ട് ഓഫ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഇലക്ട്രിക് സൈക്കിളുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ വർക്കാവില്ല. അതൊരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ബ്രേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ പെഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിലേക്കുള്ള സപ്ലൈ നമ്മുടെ കൺട്രോളർ ഭാഗികമായിട്ട് ഒരു പാർഷ്യലി അത് കട്ട് ചെയ്ത് കളയും. അത് നമ്മളൊരു ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്കിങ് കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോട്ടോർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്കിംഗ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോ കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവർ ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ, ഇവർ ഇൻബിൽട്ടായിട്ട് നമുക്കൊരു ഹെഡ്ലൈറ്റ് വിത്ത് ഹോൺ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും രസകരമായ കാര്യം, പുറകിലൊരു ബ്രേക്ക് ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കീ സിസ്റ്റം ഓൺ ആക്കാം. പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഹോണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. തൊട്ടടുത്ത് ഞാൻ ഇൻഡിക്കേറ്റർ ഇടാം. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്ററൊക്കെ കാണാം. അപ്പം നൈറ്റൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഓടിക്കാൻ സേഫാണ്. നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വണ്ടി ഓടിക്കാം. അതുപോലെ തന്നെ ബാക്കി കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കിതിനകത്ത് ഒരു 5 മോഡിൻ്റെ പെഡൽ അസിസ്റ്റ് വരെ അപ്ഗ്രേഡബിൾ ആണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു മോഡലിൽ, ഞാനിപ്പം നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു മോഡലിൽ നമുക്ക് 810 എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേയിൽ, അതായത് 3 മോഡിൻ്റെ പെഡൽ അസിസ്റ്റ് നമുക്കിവിടെ കാണാം. മീഡിയം, ലോ, ഹൈ, അതായത് ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞൊരു 3 മോഡാണ് ഇതിൽ പെഡൽ അസിസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കതൊരു 5 മോഡിൻ്റെ പെഡൽ അസിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അപ്ഗ്രേഡബിൾ ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവുകൾ അല്ലെങ്കിൽ വലിയ കയറ്റമൊക്കെ ഉള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 മോഡിൻ്റെ ഒരു പെഡൽ അസിസ്റ്റൊക്കെ ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു 5 മോഡ് പെഡൽ അസിസ്റ്റ് ഉള്ള മോഡൽ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു 7 സ്പീഡ് ഗിയർ സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു സൈക്കിളാണ് നമ്മുടെ ഔറിറ്റയുടെ ടൈഫൂഡ് എന്ന് പറയുന്നത്. ഒരു 7 സ്പീഡ് ഗിയർ സിസ്റ്റം നമ്മുടെ ഷിമാനോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടൂറിനി ഗ്രൂപ്പ് സെറ്റിൽ വരുന്ന ഒരു ഗിയർ സിസ്റ്റം അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഉപകാരമാണ്. ഈ ഇലക്ട്രിക് സൈക്കിൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, ബാറ്ററി ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടതാണ്. അതായത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഇലക്ട്രിക് സൈക്കിളിന് കമ്പയർ ടു നോർമൽ സൈക്കിൾസ്. നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾസിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. നമ്മുടെ മോട്ടർ, ബാറ്ററി, കൺട്രോളർ അങ്ങനെ കുറച്ചധികം കമ്പോണൻസ് വരുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് വെയിറ്റ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ചവിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ കാലറീസൊക്കെ ബേൺ ആവാൻ ബെസ്റ്റാണ്, പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 7 സ്പീഡ് ഗിയർ സിസ്റ്റം ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സിലേക്കൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റീൽ ഫ്രെയിമാണ്. ഇത് പ്രോപ്പർ സ്റ്റീൽ എന്നല്ല പറയുന്നത്, ഇവർ പറയുന്നതിന് കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതെന്താണ് കറക്റ്റായിട്ടെന്നുള്ളത് എനിക്കും വലിയ പിടിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ, നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. എനിക്കതിനെപ്പറ്റി വലിയ പിടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അതുപോലെ തന്നെ കാറ്ററേജിന് വരെ നമുക്ക് ബോട്ടം ബ്രാക്കറ്റ് സെറ്റിൽ തന്നെയാണ് നമ്മുടെ കാറ്ററേജ് തന്നെയാണ് പെഡൽ അസിസ്റ്റിൻ്റെ സെൻസർ. റെഗുലർ ഇലക്ട്രിക് സൈക്കിൾസിലൊക്കെ വരുന്ന പോലെ തന്നെ പെഡൽ അസിസ്റ്റിൻ്റെ സെൻസർ വരുന്നത് കാറ്ററേജിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മുടെ പെഡൽ അസിസ്റ്റിൻ്റെ സെൻസർ വരുന്നത്. ഞാൻ ഇലക്ട്രിക്കൽ കമ്പോണൻസും ഇതും കൂടെ മിക്സ് ആയിട്ട് പറയുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. ജസ്റ്റ് സൈക്കിളിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഹോളോ ട്യൂബിലാണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും. 20 ടയർ സൈസാണ് വരിക. 20x2.40 എന്ന് പറഞ്ഞൊരു ടയർ വേരിയൻറ്റിലാണ് നമുക്ക് വരിക. ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോട്ടർ അത്യാവശ്യം നല്ല പവർഫുള്ളാണ് കേട്ടോ. 50 Nm ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമൊന്നുമല്ല. നമുക്ക് എന്താ പറയുന്നത്, നല്ലൊരു എഫക്റ്റ് നമുക്കത് ഫീൽ ആവുന്നുണ്ട്. നമ്മളത് റൈഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫീൽ ആവുന്നുണ്ട്. നമുക്കിതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ക്യാരിയർ കമ്പോണൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. ഏകദേശം 25 കിലോയോളമാണ് ഇതിൻ്റെ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് വരുന്നത് 25 കിലോ. അത് കമ്പനി പറയുന്നതാണ് 25 കിലോ. എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. തൂക്കി നോക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് ഇതിനൊരു റൈഡ് വീഡിയോ നോക്കാം എങ്ങനെയാണ് ഇതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ സീറ്റ് ഹൈറ്റ് കുറച്ച് ഹൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം തല്ലി പൊളിക്കുമെന്ന്
അവിടെ കൺസ്ട്രക്ഷൻ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചെറിയ സൗണ്ട് ഉണ്ട്. ഫസ്റ്റ് ഗിയറിലാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ചവിട്ടി തുടങ്ങാം. ഇങ്ങനെ ഇരുന്നോട്ടെ ക്യാമറ. ഓക്കെ, ഇപ്പോൾ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. നടക്കുന്നുണ്ട്. ഒരു 2 പോയിൻറ്റ് പവർ കാണിക്കുന്നുണ്ട്. പെഡൽ അസിസ്റ്റ് വർക്കായി തുടങ്ങി. ത്രോട്ടിലൊന്ന് നോക്കാം. ഇപ്പോൾ പെഡൽ അസിസ്റ്റ് ഓഫ് ആയിട്ടുണ്ട്. कैसा बाइक दिखाओ। कैसा बाइक है? अबे मोटर है। अच्छा है? हाँ अच्छा है। स्पीड कैसे चलता है दिखाओ तो। आराम से जाएगा, जैसे ऐसे जाएगा। कितना लिया? चलो 1 मिनट। अबे ഇവിടെയാണ് നമ്മുടെ ഓട്ടോ കട്ട് ഓഫിൻ്റെ സിസ്റ്റം വർക്ക് ആകുന്നത്. ഇപ്പോൾ പയ്യനാണ് ത്രോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് दिखा चल तेरा हाथ निकाल, देखा देगा तेरे को. देख ऐसा ऐसे दे देगा तो जाएगा. हाँ क्या? नहीं 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 नहीं, तू नहीं चला सकता है. इससे बड़ा साइकिल कैसे चलाता है तू? तू तो इतना ही है, तो फिर कैसे चलाता है? तो चलाता है क्या अभी? नहीं गिर जाएगा। गिर जाएगा तो फिर कैसे? बहुत भारी है। उधर चला देखो कितना भारी है। 50,000 है. 50,000। चल जा रहा है, गाड़ी आ रहा है. चल चल चल, बाय बाय. वीडियो हो रहा है। वीडियो हो रहा है. आएगा आएगा तो भी. നമുക്ക് ഇനി ഇതിൻ്റെ പെഡൽ അസിസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഞാനിതിപ്പോൾ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഗിയർ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പോൾ കിടക്കുന്ന വണ്ടി. ജസ്റ്റ് പെഡൽ ചെയ്യുവാണ്. നോർമലായിട്ടുള്ളൊരു സൈക്കിളിൽ കൊടുക്കുന്ന എഫേർട്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ജസ്റ്റ് കീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കാം. ഓക്കെ, ചെറിയ ഹെവിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫാക്കിയിട്ട് ചവിട്ടുമ്പോൾ ഫസ്റ്റ് ഗിയർ ആണെങ്കിൽ പോലും ചെറിയ ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പവർ ബട്ടൺ ഒന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ തന്നെ ഇപ്പോൾ ലോ മോഡ് എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ലോ മോഡിൽ തന്നെ എനിക്ക് ജസ്റ്റ് ഞാൻ പ്രസ് ഒന്നും ചെയ്തില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 15 to 16 km/h എന്നുള്ളൊരു സ്പീഡാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പോൾ നിലവിൽ. അത് വലിയ കുഴപ്പമില്ല, ഈസിയാണ്. നേരത്തെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ വണ്ടി സ്മൂത്ത് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ്ങും കാര്യങ്ങളെല്ലാം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് മോഡ് സെക്കൻഡ് മോഡിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു 19 to 20 എന്നുള്ളൊരു സ്പീഡിലാണ് ഇപ്പം നിലവിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്പീഡ് ഒന്നുകൂടി ഒന്ന് കയറ്റിയിട്ട് നോക്കാം. നമുക്കൊരു പെഡൽ അസിസ്റ്റ് 3ലേക്ക് കയറാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്യാവശ്യം നല്ല സ്പീഡിലാണ്. ഞാൻ ത്രോട്ടിലൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് പെഡലിങ് മാത്രമാണ്. കണ്ടല്ലോ, ഓൺ ത്രോട്ടിലാണ് ഞാനിപ്പോൾ പോകുന്നത്. സിറ്റി കമ്മ്യൂട്ടിങ്ങിനും ഡേ ബൈ ഡേ ട്രാഫിക്കിനൊക്കെ പറ്റിയ സാധനമാണ്. ട്രാഫിക്കിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം, വലിയ വിഷയങ്ങളൊന്നുമില്ല. നമുക്കുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ. നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വേണം വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ് കേട്ടോ. സമയം ഒരു 3 മണിയായി കാണും, പക്ഷെ എന്നാലും നല്ല വെയിലുണ്ട്. നമുക്കിതിന് ഇനി ടെസ്റ്റ് ചെയ്യാനുള്ളത് ഇത് 2 പേരെ വെച്ച് എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ജാസിം ഭായ് അവിടെ ഉണ്ടാവും. നമുക്ക് ജാസിമിനെ ഒന്ന് പിടിച്ചിട്ട് ജാസിമിനോട് ചോദിച്ചു നോക്കാം. ജാസിമിനെ കയറ്റി ഇരുത്തിയൊന്ന് കൊണ്ടു നോക്കാം. ഞാനൊരു 60 കിലോ ഉണ്ട്, 62-60 കിലോ ഉണ്ട്. ജാസിമുണ്ട് ഒരു 70 കിലോ. അപ്പോൾ നമുക്കൊരു 130-140 കിലോ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പം ട്രാഫിക്കിലൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മളിനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പുറകിൽ വെച്ചിട്ടുള്ള ഒരു ഓട്ടോ ആണ്. അതായത് ഞാൻ പുറകിൽ കയറാൻ പോവാണ്. നമ്മുടെ ജാസിം ഭായ് ആണ് സൈക്കിൾ എടുക്കുന്നത്. ജാസിം ഭായ് ले लेगा ना तू? गिरा देगा मेरे को? नहीं गिराएगा ना?
ठीक है ആൾ വീഴിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കയറി ഇരുന്ന് നോക്കാം. സീറ്റോടെ റൈറ്റ് കറക്റ്റ് रखिए ठीक है ओके बता കയറി क्या पीछे बैठेगा ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ഇനി കയറാം. ഓക്കെ കയറുമ്പോൾ തന്നെ ഇതാ ഫുട്രസ്റ്റിൽ കാല് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫുട്രസ്റ്റ് ആട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് നല്ല യൂസ്ഫുള്ളാണ്. റൈഡറിന് നമുക്ക് നല്ല കംഫർട്ട്. റൈഡറിന് ഒരു എന്താ പറയുക ഒരു പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. പോവാം. ഇലക്ട്രിക് ആണോ? इलेक्ट्रिक में जा रहा है ना इलेक्ट्रिक साइकिल ठीक है देख लेगा कितना तेजी में चल रहा है कौन सा पेडल असिस्ट में है ഇപ്പം മൂന്നാമത്തെ പെഡൽ അസിസ്റ്റിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സൈക്കിള്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ സീറ്റാണ് കേട്ടോ. നല്ല ബ്രോഡായിട്ടുള്ളൊരു സീറ്റ് അവരെന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണ്. അതിൻ്റെ അടിയിൽ ഇതാ സ്പ്രിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഷോക്ക് വന്നാൽ പോലും നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു നല്ല കുഷനിങ് ഉള്ള നല്ല അടിപൊളി ഒരു ബാക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പുറകിലിരുന്ന ആൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കാല് വെക്കാനാണെങ്കിൽ പോലും ഇരുന്ന് കഴിഞ്ഞ് കാല് വെക്കാനാണെങ്കിൽ ഇതാ ഇവിടുന്ന് ഈസി ആയിട്ട് നീറ്റായിട്ടൊരു ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രെയിം ഡിസൈൻ നോക്കണ്ട, നല്ല കംഫർട്ടബിളാണ് ഓടിക്കാനുള്ള എന്താ പറയുക നമ്മളൊരു ട്രാഫിക്കിനൊക്കെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാലും വോബിൾ ചെയ്ത് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല റിലാക്സിങ് ആണ്. നമ്മുടെ ഒരു റൈഡിങ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്റർ തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇനി ഈ സൈക്കിൾ നമുക്ക് ആർക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു റെഗുലർ സൈക്കിൾ പോലെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഫിസിക്കലി ഹെൽത്ത് നോക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. പിന്നെ വരുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. ഏജ്ഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് കയറാൻ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. കാര്യം ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റബിൾ ആണ്. എന്താ പറയുക ഒരു 16 ഇഞ്ചിൻ്റെ ഫ്രെയിം കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹൈറ്റിന് വെച്ചതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഹൈറ്റിൽ നിന്ന് സെറ്റ് ചെയ്തതാണ്. അപ് ടു മാക്സ് നമുക്കിതാ ഈ ഒരു ഹൈറ്റ് വരെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റുള്ള ആളുകളാണെങ്കിലും പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഡെലിവറി നോക്കുന്ന ആളുകൾക്കാണ്. ഡെലിവറി കാര്യങ്ങൾ നോക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഇതിൽ പുറകിൽ ഈ കാരിയറിന് പകരം നമുക്ക് കുറച്ച് വീതിയുള്ള എന്താ പറയുക കാരിയർ സെറ്റപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ സീറ്റൊന്നും ഉണ്ടാവില്ല. അതിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു കാരിയറാണ്. അത് വേറെ മോഡലാണ്. ഞാൻ മോഡലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ ജസ്റ്റ് ഈ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു മോഡലിൻ്റെ ഫോട്ടോ ഇടാം. നിങ്ങൾക്ക് ആ ഒരു മോഡലിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഇതുപോലെ തന്നെ ഒരു റൈഡ് റിവ്യൂ പോലെ ചെയ്യുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വയറിങ്ങും കാര്യങ്ങളാണ് എനിക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫീൽ നമുക്ക് റൈഡിൽ തന്നെ കിട്ടുന്നുണ്ട്. കാര്യം ആ ഒരു ത്രോട്ടിലിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ടയറിൽ ഫീൽ ചെയ്യുന്നുണ്ട്. റൈഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് മോട്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡിറ്റാച്ചബിൾ ബാറ്ററിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ ബാറ്ററി അഴിച്ചെടുക്കാം. നമ്മുടെ സെയിം X1 X2 വരുന്ന പോലെ കീ സിസ്റ്റമാണ് ഈ ഒരു മോഡൽ വന്നിരിക്കും. ജസ്റ്റ് കീ അൺലോക്ക് ചെയ്യുക, ബാറ്ററി ഊരി എടുത്ത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ബാറ്ററിയുടെ ഒരു ഇൻഡിക്കേഷൻ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാറ്ററി ഓൺ ആക്കി കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് ബേസിൽ ടി എബ്രഹാം സൈനിങ് ഔട്ട് ഫ്രം എയറോക്സ് 360. ബൈ ബൈ.